നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ആദ്യത്തെ AI തട്ടിപ്പ് കേസ്, പ്രധാന പ്രതി പിടിയിൽ. സംസ്ഥാനത്തെ ആദ്യ AI തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി പിടിയിൽ. കേസിലെ ഒന്നാം പ്രതി മുഹമ്മദ് അലി തെലങ്കാനയിൽ നിന്നാണ് പിടിയിലായത്. തട്ടിപ്പിനായി ഉപയോഗിച്ച ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതിയെ കോഴിക്കോട് സിറ്റി സൈബർ പോലീസാണ് പിടികൂടിയത്. 2023 ജൂലൈയിൽ കോഴിക്കോട് പാലാരി സ്വദേശി PS രാധാകൃഷ്ണനിൽ നിന്നും 40,000 രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്. കേസിൽ ഗുജറാത്ത്, മുംബൈ, താനെ സ്വദേശികളായ 2 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേരളത്തിൽ തുടർച്ചയായി 2ാം ദിവസവും ഭൂചലനം. തൃശൂരിലും പാലക്കാടുമാണ് ഇന്ന് വീണ്ടും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത്. പുലർച്ചെ 3:55 തൃശൂരിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. കുന്നംകുളം, എരുമപ്പെട്ടി, വേലൂർ, വടക്കാഞ്ചേരി മേഖലകളിലാണ് പ്രകമ്പനമുണ്ടായത്. ഏതാനും സെക്കൻഡുകളോളം ഇത് നീണ്ടു നിന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പാലക്കാട് ജില്ലയിലെ തൃത്താല, തിരുമെറ്റിക്കോട്, ആനക്കര തുടങ്ങിയ പ്രദേശങ്ങളിലും പ്രകമ്പനമുണ്ടായി. ഇരു സ്ഥലത്തും ഇതുവരെ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ രാവിലെ 8:15 ഇവിടങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിലാണ് ഭൂചലനം ഉണ്ടായത്. തുടർചലനങ്ങൾ ഉണ്ടായേക്കാമെന്നും എന്നാൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. SIയെ കാറിടിപ്പിച്ച് തെറിപ്പിച്ച കേസ്, പ്രതിയായ 19കാരൻ പിടിയിൽ. പാലക്കാട് വാഹന പരിശോധനയ്ക്കിടെ SIയെ ഇടിച്ചു വീഴ്ത്തിയ കേസിലെ പ്രതി പിടിയിൽ. കാർ ഓടിച്ചിരുന്ന അലൻ എന്ന 19കാരനെ പട്ടാമ്പിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഇയാളെ തൃത്താല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. അപകട സമയം അലനൊപ്പം ഉണ്ടായിരുന്നത് സുഹൃത്തായ ഒറ്റപ്പാലം സ്വദേശി അജീഷ് ആണെന്ന് അലൻ മൊഴി നൽകിയിട്ടുണ്ട്. ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം നടന്നത്. മലയാളി യാത്രക്കാർക്ക് നേരെ മുഖംമൂടി സംഘത്തിന്റെ ആക്രമണം. സൈനികനടക്കം 4 പേർ അറസ്റ്റിൽ. സേലം കൊച്ചി ദേശീയപാതയിൽ രാത്രിയിൽ മലയാളി യാത്രികർക്ക് നേരെ ആക്രമണം. 3 കാറുകളിലായി എത്തിയ മുഖംമൂടി ധരിച്ച 15അംഗ സംഘമാണ് കാർ അടിച്ചു തകർത്തത്. തുടർന്ന് കവർച്ചയ്ക്കും ശ്രമിച്ചു. പട്ടിമറ്റം സ്വദേശി അസ്ലം സിദ്ദീഖിനെയും സംഘത്തെയുമാണ് ആക്രമിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ കോയമ്പത്തൂർ മധുരക്കര സ്റ്റേഷൻ പരിധിയിലെ NND ബൈപ്പാസിലായിരുന്നു ആക്രമണം. അസ്ലമും ജീവനക്കാരും ബംഗളൂരുവിൽ പോയി മടങ്ങി വരുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത്. അക്രമികൾ ഉപദ്രവിച്ചെങ്കിലും അതിവേഗം കാർ ഓടിച്ച് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് യുവാക്കൾ പറഞ്ഞു. തുടർന്ന് ചെക്ക് പോസ്റ്റിലും മധുക്കര പോലീസ് സ്റ്റേഷനിലും എത്തി പരാതി നൽകി. സംഭവത്തിൽ പാലക്കാട് ചിറ്റൂർ സ്വദേശികളായ ശിവദാസ്, രമേശ് ബാബു, കുന്നത്തുപാളയം സ്വദേശി വിഷ്ണു, മല്ലപ്പള്ളി അജയകുമാർ എന്നിവരെ മധുക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് നിന്നാണ് ഇവരെ പിടികൂടിയത്. പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റു പ്രതികൾ ഒളിവിലാണ്. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി സമ്മതിച്ച് കേന്ദ്രമന്ത്രി. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 2ഇടങ്ങളിൽ ക്രമക്കേടുകൾ നടന്നതാണ് വിവരം. സർക്കാർ പ്രശ്നത്തെ ഗൗരവമായിട്ടാണ് കാണുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണ്. കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. ക്രമക്കേടിന് പിന്നിൽ NDAയിലെ എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും രക്ഷപ്പെടില്ലെന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉറപ്പ് നൽകുന്നുവെന്നും മന്ത്രി പറഞ്ഞു. മെയ് 5 രാജ്യത്തെ 4750 സെന്ററുകളിലായി നീറ്റ് പരീക്ഷ നടന്നത്. ഏകദേശം 24 ലക്ഷം കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. കുവൈറ്റ് ദുരന്തം. മരിച്ച ബിനോയ് തോമസിന് ലൈഫിൽ വീട് നൽകുമെന്ന് മന്ത്രി. മകന് ജോലിയും. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച തൃശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന് ലൈഫിൽ വീട് നൽകുമെന്ന് മന്ത്രി K രാജൻ. ചാവക്കാട് നഗരസഭ 20 യോഗം ചേർന്ന് അജണ്ട അംഗീകരിക്കും. പിന്നാലെ സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ബിനോയ് തോമസിന്റെ വീട് സന്ദർശിച്ച ശേഷമാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. ബിനോയ് തോമസിന്റെ മകന് ജോലി ഉറപ്പാക്കുമെന്ന് മന്ത്രി R ബിന്ദുവും പറഞ്ഞു. ബിനോയ് തോമസിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു. സൗദിയിൽ മലയാളി ഫുട്ബോൾ താരം പിടിയിൽ. സൗദി അറേബ്യയിലെ വിമാനത്താവളത്തിൽ വെച്ച് മലയാളി ഫുട്ബോൾ താരം പിടിയിലായി. അബഹ വിമാനത്തിൽ നിന്നുമാണ് താരത്തെ പിടികൂടിയത്. മദ്യക്കുപ്പിയിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കറുകളുടെ വൻ ശേഖരം ഇയാളിൽ നിന്ന് പിടികൂടിയതായാണ് വിവരം. അബഹയിൽ ഇന്നും നാളെയും 2 പ്രവാസി സംഘടനകൾ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മത്സരത്തിൽ കളിക്കാനെത്തിയതായിരുന്നു ഇയാൾ. അബഹയിലെ മലയാളി ടീമിന് വേണ്ടി കളിക്കാനായിരുന്നു താരമെത്തിയത്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്.
ബാലരാമപുരത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. പ്രതി ഒളിവിൽ. ബാലരാമപുരത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. ബാലരാമപുരം ആലുവിള സ്വദേശിയായ ബിജുവിനെയാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. 40 വയസ്സായിരുന്നു. ബാലരാമപുരം വഴിമുക്ക് പച്ചിക്കോട് സ്വദേശിയായ കുമാറാണ് ബിജുവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ബിജുവിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയാണ് കൊലപാതകം നടത്തിയത്. പ്രതി കുമാർ ഒളിവിലാണ്. കൊല്ലത്ത് നിർത്തിയിട്ട കാറിന് തീപിടിച്ചു. ഡ്രൈവർക്ക് ദാരുണാന്ത്യം. സ്ത്രീയെന്ന് സംശയം. കൊല്ലം ചാത്തന്നൂരിൽ ദേശീയപാതയിൽ നിർത്തിയിട്ട കാറിന് തീപിടിച്ച് ഡ്രൈവർ മരിച്ചു. ചാത്തന്നൂർ കാരങ്കോട് കുരിശിൻമൂടിന് സമീപമാണ് കാർ കത്തിയത്. ആത്മഹത്യയാണോ കാറിന് തീപിടിച്ചതാണോ എന്ന് വ്യക്തമല്ല. ഓൾട്ടോ 800 വാഹനമാണ് കത്തിയത്. കാറിലുണ്ടായിരുന്ന സ്ത്രീയാണെന്നാണ് പ്രാഥമിക നിഗമനം. മരിച്ചയാളെ തിരിച്ചറിഞ്ഞില്ല. കല്ലുവാതുക്കൽ സ്വദേശിയാണെന്നാണ് സൂചന. കൊല്ലം വെളിനെല്ലൂരിൽ പൊറോട്ട കഴിച്ച് 5 പശുക്കൾ ചത്തു. കൊല്ലം വെളിനെല്ലൂരിൽ അമിതമായി പൊറോട്ട തിന്നതിനെ തുടർന്ന് 5 പശുക്കൾ ചത്തു. വെളിനെല്ലൂർ വട്ടപ്പാറ ഹസ്ബുള്ളയുടെ ഫാമിലെ പശുക്കളാണ് ചത്തത്. പശുക്കൾക്ക് തീറ്റ കൊടുത്തപ്പോൾ പൊറോട്ടയും ചക്കയും അമിതമായി ഉൾപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഇന്നലെ വൈകിട്ട് മുതലാണ് പശുക്കൾ കുഴഞ്ഞു വീണു തുടങ്ങിയത്. പശുക്കളുടെ തീറ്റയെക്കുറിച്ച് കർഷകർക്ക് അവബോധം നൽകുമെന്ന് ഫാം സന്ദർശിച്ച മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. പശുക്കളെ നഷ്ടപ്പെട്ട കർഷകന് നഷ്ടപരിഹാരത്തിനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു.